അവര് വലുതായപ്പോഴേക്ക് എന്റെ കണ്ണ് പോയി. ഇവ ഉറങ്ങുമ്പോ മറ്റോര് രണ്ടാളും ഉണർന്നിരിക്കും. മറ്റവർ ഉറങ്ങുമ്പോ ഇവനും ഉണർന്നിരിക്കും. ഒരാൾക്ക് പഴം കൊണ്ടു വെച്ചാൽ ഒരാൾ പറയും എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് പണി ചെയ്തു? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇജ്ജ് എന്താ ഫേഷ്യൽ ചെയ്യാ? കല്യാണന്ന് കുട്ടി മേടിച്ചാ? അമ്മ തേച്ചോട്ടെ, അമ്മ സുന്ദരിയാവാനല്ലേ. അമ്മ മുഖത്തേക്കിന് സുന്ദരിയാവാനാണ്. അന്നുണ്ടാക്കിയ എരിവുള്ള ചമ്മന്തി ഉണ്ടാക്കട്ടെ പ്രസ്. ഇപ്രാവശ്യം കൂടി എരി കിട്ടിയ ബോധം കെടുവാ. ഫേഷ്യൽ ചെയ്തിട്ട് നൂലോളിക്കാണല്ലോ പേടിച്ചിട്ട്. അമ്മ തേക്കണ്ടാന്ന്. 5 വക അമ്മക്ക് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കണതാണ്. അവൾക്ക് ഉള്ളിച്ചമ്മന്തിയാണ് ഇഷ്ടം, ബാക്കിയുള്ളവർക്ക് ചട്നി. അപ്പൊ ചട്നി ഉള്ളവർക്ക് ചട്നിയും ഉള്ളിച്ചമ്മന്തി ഉള്ളവർക്ക് ഉള്ളിച്ചമ്മന്തി. ആദ്യം മുക്കൂറ്റി വെച്ച് പിന്നെ നമ്മള് ചെമ്പരത്തി ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒന്നാകെ വെക്കുമ്പോൾ വേറൊരു ഭംഗിയാട്ടാ. പൂക്കളങ്ങനെ ശോഭിക്കും. ഇങ്ങനത്തെ പൂവുണ്ടോക്കട കണ്ണ ചെമ്പരത്തി ചുവന്നത് രണ്ടെണ്ണം കൂടി കിട്ടില്ല. ആ വീടിന്റെ അടുത്ത വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് ചെമ്പരത്തി. ഞങ്ങള് വൈഫൈന് വേണ്ടി പോകുമ്പോഴേ കണ്ടതാ. ഞങ്ങള് വൈഫൈന് വേണ്ടിയിട്ട് എന്നും പോകൂട്ടോ. ഞാൻ വീഡിയോ എടുത്താലേ എന്റെ അടുത്ത് ഇവിടെ വൈഫൈ ഇല്ല. ഇതിൽ ഓരോ 1.5 GB കയറ്റിയതാ. അപ്പൊ ചാനൽ വിജയിക്കോ ഇല്ലയെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മള് വൈഫൈ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്നും ഇവിടെ അടുത്തുള്ളൊരു മുബി എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ കേട്ടാ, അവളെ വീട്ടിൽ പോയിട്ടാണ് വൈഫൈ വാങ്ങട്ടാ. ഇവരൊക്കെ കൂടി വരും. ഞാൻ ഇവരെ കാണാതെ പോകും. വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വികൃതിയാട്ടോ. നമ്മളൊരാളെ വീട്ടിൽ പോയിട്ട് അവള് തുടച്ചിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടോ ഏർപ്പാക്കണ്ടല്ലോ വെച്ചിട്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഇവര് കൊണ്ടുപോകും. ആ വീടിന്റെ ഭാഗത്ത് അവിടെ നല്ല വലിയ ഉണ്ടച്ചമ്പരത്തി ഉണ്ട് ഇഷ്ടം പോലെ. ഇന്ന് പോകുമ്പോ നോക്കണം. എവിടെ ഉണ്ടാ എത്തോ? അപ്പൊ ഞാൻ ഇങ്ങനെ പൂവിടുമ്പോ കണ്ണൻ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിട്ടാ. കണ്ണൻ ചേച്ചിയുടെ മോനാണ്. എന്റെ മോൻ നീച്ചിട്ടില്ല. ഒരാളെ ഒപ്പമുള്ളൂ പറഞ്ഞില്ല. ട്രിപ്പിൾസിൽ 3 കൂടി കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഒരാൾ മാത്രല്ലേ എന്റെ കൂടെ ഉള്ളൂ. മൂപ്പരെ നീച്ചിട്ടില്ല കേട്ടാ. മൂപ്പരെ ഓന് ചെറുതാവുമ്പോ തന്നെ അങ്ങനെയാണ്, ഒടുക്കാൻ നീക്കുക ചെയ്യട്ടാ. ഇപ്പൊ സ്കൂളിൽ പോകുമ്പോഴായാലും ചെറിയ കുട്ടിയാകുമ്പോ രാത്രി ഉറങ്ങൂല. നേരം വെളിച്ചാവോളം കിടന്ന് കരയും. രാവിലെ ആയാല് 6 മണി ആയാല് ഓൻ ഉറങ്ങാൻ തുടങ്ങും. പിന്നെ വൈകുന്നേരം 6 മണിക്ക് നീക്കുള്ളൂ. ഇടയ്ക്കൊന്ന് പാല് കുടിക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു കുറെയൊക്കെ മാറി വന്നിട്ടാ. ഒരു 2 വയസ്സൊക്കെ ആയി ആ ശീലം മാറാൻ. എല്ലാരും ഉറങ്ങുമ്പോ മറ്റവരെ രണ്ടാളും എനിക്ക് പകല് നോക്കണ്ടേ. അപ്പൊ എല്ലാരും ഉറങ്ങുമ്പോ ഇവ നീറ്റിരിക്കും. ഞാൻ അത്രയും നട്ട പാതിരക്ക് 2 മണിക്കും 3 മണിക്കൊക്കെ ഇവനെ കൈ പിടിച്ച് ഇങ്ങനെ ഇരിക്കണം ഞാന്. അവന് ഉറങ്ങന്നില്ല. എന്താ ഉറങ്ങാൻ ഭയങ്കര മടിയാണ് കുട്ടിക്ക്. രാവിലെ ആയാല് പ്രസവിച്ചെടുക്കണമെന്നൊക്കെ വൈകുന്നേരം 6 മണി ആയാൽ നീച്ചിട്ട് രാവിലെ 6 മണി വരെ കരയായിരുന്നു. എന്റെ കയ്യിന്നാണ്ട് വെക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല. മറ്റൊരു രണ്ടാളും ഇവ ഉറങ്ങുമ്പോ മറ്റൊരു രണ്ടാളും ഉണർന്നിരിക്കും. മറ്റവർ ഉറങ്ങുമ്പോ ഇവനും ഉണർന്നിരിക്കും. അങ്ങനെ ഉറങ്ങാത്തൊരു ജീവിതമായിരുന്നു. ആ ഉറങ്ങാത്തതൊക്കെ കൂടി ആയിട്ടാണെന്നാണ് എന്താന്ന് അറിയില്ല കേട്ടോ. അവര് വലുതായപ്പോഴേക്ക് എന്റെ കണ്ണ് പോയി. കണ്ണിന്റെ കൃഷ്ണമണി കോർണിയ പൊട്ടി. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. നമുക്ക് ഓരോ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അത്രയൊക്കെ അനുഭവിച്ചിട്ടും മക്കളൊപ്പം സന്തോഷത്തോടെ ഇരിക്കാനുള്ളൊരു യോഗം ഇല്ല. അതാണ് ആ ചോപ്പ് പൊട്ടിക്കണ്ട ആണോ? അപ്പൊ കണ്ണ് പിന്നെ വല്ലാണ്ടാണ്ട് ശ്രീകുട്ടന് ഒറ്റയ്ക്ക് ആവണെന്ന് അറിയില്ല കേട്ടാ. ഒരു 3 ആളും കൂടി എപ്പോഴും ഒപ്പം നടക്കുക, എപ്പോഴും കളിക്കുക. അസുഖം വന്നാലും ഒപ്പാവും, എല്ലാതും ഒപ്പായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് ഇപ്പൊ ഈ ചേച്ചിയുടെ കുട്ടിക്ക് അതേ പ്രായം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ വല്ലാതെ അങ്ങോട്ട് അറിയില്ല. ഇവന് ഒറ്റയ്ക്കായതേ. എന്നാൽ തന്നെ എന്നോട് പറയും, അമ്മ അവരെ കൊണ്ടുവരണോ, അവരില്ലാതെ നിൽക്കാൻ പറ്റണില്ല. അപ്പൊ സങ്കടമാണ്. ബസ്സിനൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് പൈസ വേണം. പിന്നെ അവരും കൂടി വന്നിട്ടുണ്ടെങ്കില് അത് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും. എനിക്ക് പണിക്കെങ്കിലും എവിടെങ്കിലും പോണെങ്കിൽ കണ്ണേറ്റ് വയ്യാതെ എങ്ങനെ. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. പൂ എങ്ങനെയുണ്ട് കാണാൻ? നന്നാ. ഞാൻ തന്നെ ഇട്ടപ്പോ അധികം ദിവസം പൂവിടല് രാവിലെ.
അമ്മ അറിയിട്ടോ ഒരു കാലത്ത് പൂവിടാനൊക്കെ കൊതിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് കല്യാണം കഴിഞ്ഞാൽ ചിലർക്ക് നമുക്ക് കല്യാണം കഴിഞ്ഞോടുകൂടി സകല സ്വാതന്ത്ര്യം സന്തോഷങ്ങളും നഷ്ടാവട്ടെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ലൈഫ്. അപ്പൊ ഞാൻ തന്നെ ബാക്കി ഋതുട്ടി ഇടുകയാണ് കേട്ടാ. ഹൃതിക എന്നാണ് ഇവളെ പേര്. കണ്ണന് പിന്നെ രാവിലെ ആയാ പൂവ് പറിക്കൽ തന്നെ പണിയിട്ടാ. അവന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പൂവും എനിക്ക് പറിച്ചുകൊണ്ടെന്ന് തരും കണ്ണന്. അതൊന്നും കൂടി അതന്നെ. ചോദിക്കണ ഇല്ല ഷാമ്പു കൊറേ ആയി ഞാൻ വാങ്ങിട്ട്. ഷാമ്പു കഴിഞ്ഞാണ്. ഇല്ല ഷാമ്പു ഒന്ന് വാങ്ങണം. ഷാമ്പു ഇല്ലെങ്കിലേ മുടി കെട്ടിറക്കാൻ ഭയങ്കര പാടാ. ആകെ 4 മുടിയുള്ളൂ. ഒക്കെ കൊഴിഞ്ഞു പോയിട്ട്. എന്താച്ചാല് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ തൈറോയിഡും പിന്നെ എന്താ പറയേ ഇതും കൂടി ആയിട്ടേ പിന്നെ എന്നും മരുന്നും ഓപ്പറേഷനും പ്രസവവും അതും ഇതൊക്കെ കൂടി ആയിട്ട് മുടിയൊക്കെ പോയിട്ടാ. വെള്ള മുടി കണ്ടീഷണർ ഇല്ലാത്ത ഷാമ്പു ഇട്ടിട്ടുണ്ടെങ്കിൽ മുടിയുടെ കാര്യം കണക്കാ. അപ്പൊ ഞാനതുള്ളത് വാങ്ങാറുള്ളൂ. നിങ്ങള് തേങ്ങ വിളിക്കണ്ടാ? എന്താ നമ്മളെ ചമ്മന്തി ഉള്ളി തക്കാളി കൂടി മുളക് വാട്ടിയിട്ടുള്ള ചമ്മന്തിയാണ് ഇട്ടില്ല. അപ്പൊ ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ റെഡിയായി. ഞങ്ങൾ അതൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്കൊക്കെ ഒരു കല്യാണത്തിന് പോവാൻ. അപ്പൊ അമ്മൊക്കെ കല്യാണത്തിന് പോയി വന്നപ്പോ ചിക്കൻ വാങ്ങി വന്നാണ് കേട്ടോ. അപ്പൊ ഐസും വാങ്ങി. അമ്മ വരുമ്പോ അവിടെ നിന്ന് കടഞ്ഞ് എല്ലാവർക്കും ഐസും വാങ്ങി ചിക്കനും വാങ്ങി പോയി. ഇതെന്താ പൈസ ഒക്കെ ഇന്റെ വകടാ ഓണാക്കി പെൻഷൻ കിട്ടിയത്. ഞാൻ പഠിക്കാൻ പോകുന്നില്ല. അപ്പൊ അമ്മയുടെ വക പൈസ ഉണ്ട്. ഡ്രസ്സ് ആദ്യം വാങ്ങിയിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം എന്തെങ്കിലും വാങ്ങിപ്പോന്ന് അതിന് അമ്മ പെൻഷൻ കിട്ടിയ പൈസ തന്നാണ്. കല്യാണത്തിന് പോയപ്പോ ഞങ്ങളൊന്നും പോയിട്ടില്ല. ഞങ്ങൾക്കൊന്നും ക്ഷണമില്ലല്ലോ. ഞങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയവരല്ലേ. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് അമ്മയുടെ ഒപ്പം ചെറിയ കുട്ടികളെ പറഞ്ഞയച്ചിട്ടാ. ഇന്ന് നമ്മുടെ അടുത്തുള്ള ദിവാകരൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ കല്യാണമായിരുന്നു. അയാളെ മോളെ കല്യാണം. അപ്പൊ അവരൊക്കെ പായസം കുടിച്ചു. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞ് ഇവിടെ ഇതുണ്ട് അതായിട്ട് പായസം വെച്ചോളൂ എന്നൊക്കെ കുടിക്കായിരുന്നു. അങ്ങനെ ചെറുപയർ പരിപ്പ് പായസം വെക്കട്ടാ. എപ്പോഴും അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ചീനച്ചട്ടി അങ്ങനെ ആയത്. വിറകടുപ്പത്ത് വെച്ചിട്ട്. അപ്പൊ ചിക്കൻ കറി അടുപ്പത്താവുന്നുണ്ട് കേട്ടാ. അണ്ടിപ്പരിപ്പ് എവിടെ? ഇത് നമ്മളെ ചിക്കൻ കറി വരട്ടണയിൽ ഇങ്ങനെ മൂപ്പിച്ചിട്ടാ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടുന്നത് കൂടാതെ ആദ്യം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് അത് വരട്ടണയിലിടും കേട്ടോ. അങ്ങനെ ഇട്ടാല് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചല്ലോ. ഇപ്പൊ അത് കൊടുത്തല്ലോ. ഇപ്പൊ പ്രസിയാണ് ഉണ്ടാക്കണത് കേട്ടോ. ഞാൻ വീഡിയോ എന്താ പറയാ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ വൈഫൈ നമ്മളെ വീട്ടിലില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ അവൾക്ക് ഇവള് പായസം വെച്ച് കഴിഞ്ഞിരുന്നു. ചിക്കൻ ആവാനും കൂടി ഉള്ളു. പായസത്തിൽ നല്ല നെയ്യൊക്കെ ലാസ്റ്റത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടാ. നല്ല അടിപൊളി പായസമാണ്. കണ്ടാൽ തന്നെ. ഇതിലേക്ക് നമ്മള് ഫ്രൈ ചെയ്ത സവാളയും പിന്നെ മല്ലിച്ചപ്പും നല്ല കുരുമുളക് പൊടി വലിയൊരു സ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി കൊടുത്തിട്ടാ. അപ്പൊ അട്ടി ഇത് കനം കണ്ട തോന്നുന്നുണ്ട്. ഈ പഴയ ഇഡ്ഡലി ചെമ്പിലാണ് വെച്ചിരുന്നത്. അപ്പൊ അത് നമ്മള് അടി പിടിക്കാൻ തുടങ്ങിയപ്പോ വേറൊരു പാത്രത്തേക്ക് മാറ്റിയതായിരുന്നു കേട്ടാ. അപ്പൊ പിന്നെ ചിക്കനൊക്കെ ആയി. ഞങ്ങൾ ചോറിനായിരിക്കാണ് കേട്ടോ. അതിന്റെ ഇടയിൽ അഞ്ചുട്ടി എന്തോ ആവശ്യത്തിന് ആരോ വിളിച്ചപ്പോ അങ്ങോട്ട് പോയതാണ്. നമ്മളെ പായസമൊക്കെ റെഡിയായി. നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പരിപ്പ് വേവാണ്ട് കുറച്ച് മിക്സിയിൽ അടിച്ച് വേവായില്ല. അത് ഉടച്ചില്ല. ഉടഞ്ഞില്ല. അപ്പൊ ഉടയാത്തത് ഇത്തിരി മിക്സിക്കാണ് അടിച്ച് ചേർത്ത്. ആ ഉടയാത്തത് കുറച്ച് ഭാഗത്ത കുറച്ച് തരിതരിപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റ്. ഇപ്പൊ എന്താ ഈ പരിപ്പ് അങ്ങനെ അരിയുന്നില്ല അല്ലേ? കല്ലും പരിപ്പ് പോലെ പായസം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നാളെ കാണാം.